ചപ്പാത്തി ഒന്ന് ഓഫാക്കിയോ. ഓക്കെ, എത്രാമത്തെ തവണയാണ്? ഫൈനലില് ആദ്യമായിട്ടാണ്. സെമി ഫൈനലില് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഫസ്റ്റ് ആയിരുന്നു സെമി ഫൈനലില്. ഇത്തവണ ഫസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കുറെ പേരുടെ ആഗ്രഹമായിരുന്നു ഗ്രാൻഡ് ഫിനാലെ എത്താന്നുള്ളത്. അങ്ങനെയുള്ള ടീം കോഴിക്കോടുകാരിയാണ് ഞാൻ. അതെ അതെ, പിന്നെ നമ്മുടെ മഴവിൽ മനോരമയുടെ അത്തമ്പത്ത് രുചിയുടെ ഫൈനലിസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരുപാട് കോഴിക്കോട് നടന്ന ഒരുപാട് മത്സരങ്ങളില് നമ്മൾ തന്നെ എത്ര മത്സരങ്ങളിൽ കണ്ട്, നെസ്റ്റോട് മത്സരങ്ങളില് കുറെ മത്സരങ്ങളിൽ നമ്മള് ഓക്കെ, അടിപൊളി, നല്ല മിടുക്കിയാണ് പാചകക്കാരി. ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? ഞാന് കോഴിക്കാല് പട്ടാണിക്കറി. കോഴിക്കാൽ എന്ന് പറയുന്നത് ഈ കപ്പ ലെഗ് പീസ് തന്നെ. ഓക്കെ ഓക്കെ, കോഴിക്കാല് പട്ടാണിക്കറി. പട്ടാണികളുടെ ആണ് നമ്മളെ പച്ച പട്ടാണി, അതും പിന്നെ അതില് ഇളനീരിട്ടിട്ടുണ്ട്. ഓ, പട്ടാണി കടലയാണ് പറഞ്ഞല്ലേ? ഞാൻ വിചാരിച്ചു പട്ടാണീസിന്റെ കറി ആയിരിക്കും എന്ന്. പൊളിച്ച ഫ്രോസൺ ചെയ്ത പീസ് അത്. പിന്നെ അതേമാതിരി തന്നെ അതിന്റെ കൂടെ ഇളനീരും ഇട്ടിട്ടുണ്ട്, പിന്നെ സ്വീറ്റ് കോണും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്താണ് ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പോൾ ഒരു തേങ്ങാപ്പാലില് ഒരു പീസ് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഉദ്ദേശിച്ചത്. സ്വന്തം കണ്ടുപിടിച്ചാണോ? സ്വന്തം കണ്ടുപിടിച്ചത് തന്നെയാണ്. കേട്ടിട്ടില്ലല്ലോ കോഴിക്കാല് പട്ടാണിക്കറി. പിന്നെ ഒരു ഡെസേർട്ട്, അത് മുന്തിരിങ്ങല്ലേ, കറുത്ത മുന്തിരി, അത് റവ ഇട്ടിട്ട് ഒരു കേസരി ഉണ്ടാക്കിയിട്ട് ഇതാണ് കേസരി. അത് അതിൻ്റെ കൂടെ ഒരു സോസ് ഉണ്ട്. അത് കളറ് മുന്തിരിക്ക് കളർ ഉണ്ടല്ലോ, ഗ്രേപ്പ്. ആ മുന്തിരി പച്ച. എന്നിട്ട് കുരുമില്ലാത്ത മുന്തിരി എന്ന് പറഞ്ഞപ്പോ പച്ച കളർ മുന്തിരിയാണ് മനസ്സിൽ വന്നത്. എന്നിട്ട് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും പാലും പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡ്, അത് ഒരു സോസ് ഉണ്ടാക്കി. എന്നിട്ട് ഈ സോസും ഈ ഇതും കൂടിയാണ് കഴിക്കേണ്ടത്. നമ്മൾ ക്യാരറ്റ് അലുവ ഐസ്ക്രീമും കഴിക്കൂലേ, അതേമാതിരി ചെറിയൊരു പുളിപ്പും ഒരു മധുരവും കൂടെ ഏലക്കപ്പൊടി ഇട്ടിട്ട് ആ സോസ് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് രണ്ടും അങ്ങനെ. പിന്നെ ചപ്പാത്തി ആശീർവാദ ആട്ടയും പിന്നെ നമ്മൾ ഈ പച്ച ചക്കേൻ്റെ പൗഡർ ഇല്ലേ, അതും കൂടെ മിക്സ് ചെയ്ത് അതിൽ മധുരക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് മല്ലിയില ഇതെല്ലാം കൂടെ ഇട്ടിട്ടുള്ള ഒരു ചപ്പാത്തി. അത് കംപ്ലീറ്റ് മീലായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഇതിന്റെ കൂടെ ആവുമ്പോഴത്തേക്ക്. കാരണം പ്രോട്ടീൻ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും അല്ല, മല്ലിയില ഇട്ടിട്ടുണ്ട്. ഉലുവ ഇതാണ് ഉലുവ. എല്ലാരും ഉലുവ ചീരയല്ലേ ഇടാ, ഞാൻ ഇതാണ് ഇട്ടത്. കുറച്ച് 2-3-4 ദിവസം മുന്നേ ഇത് പുതർത്തിയിട്ട് ഇങ്ങനെ ആയി വന്നതാണ്. അത്ര വലിയ കഴിപ്പും ഉണ്ടാവില്ല, എന്നാലും കടിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇതാണ് എല്ലാം ഹെൽത്തിയാണ്. ഇതിന് കംപ്ലീറ്റ് മീൽ എന്ന് പറയാം. ഇതിനകത്ത് പ്രോട്ടീനും ഉണ്ട്, ലീഫി വെജിറ്റബിൾസ്